ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെയൊക്കെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്, എന്നാലും പോകാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കേട്ടിട്ട് പോകണം, കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത് തിരുവങ്ങായൂർ മഹാദേവ ക്ഷേത്രം, കൊഴുക്കല്ലൂരിനടുത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പേരാമ്പ്രയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഓട്ടമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടികൾ തന്നെയാണ് കേട്ടോ. 108 പടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് തന്നെ വലിയൊരു പ്രത്യേകതയായിട്ട് ആൾക്കാർ പറയുന്നത് കാരണം അത് കാണണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഞാനും എൻ്റെ 2 അമ്മമാരും, അതായത് നിജോൻ്റെ അമ്മയും എൻ്റെ അമ്മയുണ്ട്, പിന്നെ നില. ഇതാ കണ്ടില്ലേ, ഇപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ 108 പടികൾ കറക്റ്റ് ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ നമ്മൾ പിന്നെയും 18 പടികൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊഴാനുള്ള സ്ഥലത്തെത്തുള്ളൂ കേട്ടോ. അപ്പോൾ 108 പടി എന്നുള്ളതിനുപരി 136 പടി എന്ന് തന്നെ പറയണം. അപ്പം എങ്ങനെയായാലും നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥ, കൂടാണ്ട് അന്ന് തന്നെ ശബരിമലയിൽ പോകുന്ന ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതിൻ്റെ ശരണവിളികളും നമുക്ക് നല്ലൊരു ഫീല് തരുന്നുണ്ടായിരുന്നു കേട്ടോ. തൊഴുതിറങ്ങിയപ്പോൾ തന്നെയുള്ള ഒരു കാഴ്ചയാണ് ഇട്ടത്. കണ്ണ് നല്ല കുളിർമയായിരുന്ന കുറച്ച് പ്രദേശം, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. കൂടാണ്ട് പാറേൻ്റെ നടുവിലായിട്ട് കുറച്ച് വെള്ളം, അങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് രാവിലത്തെ ഭക്ഷണം കിട്ടും കേട്ടോ. അത് സ്വാമിമാരുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കുന്നുള്ളത് അറിയില്ല. എന്നാലും നമ്മൾ പോയ സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പടികളെല്ലാം ഇറങ്ങി താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ആ പാറൻ്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാനുള്ളൊരു ഇതില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വലത് വശത്തുള്ള ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടത് വശത്തും കുറച്ച് ഇങ്ങനെ പാറൻ്റെ നടുവിലുള്ള വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങാനും ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പടി എന്ന് പറയുന്നത്. 108 പടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അരികിലുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. നമ്മൾ ദൂരോട്ടുള്ള പല പല പ്രസിദ്ധമായ അമ്പലങ്ങളിലും പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചില എന്താ പറയുക, എന്തെങ്കിലും അതിനെപ്പറ്റി പ്രത്യേകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പടികൾ പ്രശസ്തമായി, അങ്ങനെയാണ് ഈ അമ്പലം കൂടെ പ്രശസ്തമായി എന്ന് വേണം മനസ്സിലാവാൻ.
നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നു. എന്തോ ഒരു മനസ്സിന് നല്ലൊരു എന്താ പറയുക പീസ് തോന്നുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലം. ഒന്നാമത് ഈ പടികൾ കയറി ഒരുപാട് തവണ അവർ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.